നമസ്കാരം. ഒരു ഡിസംബർ 6 കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ് എന്താണ് അയോധ്യയിൽ സംഭവിച്ചത്. ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ആ ഒരു ചരിത്ര സ്മാരകം അല്ലെങ്കിൽ ചരിത്രപരമായി പ്രാധാന്യമുള്ള ആ ഒരു മസ്ജിദ് പൊളിച്ചു നീക്കാനിടയായ സാഹചര്യങ്ങളെക്കുറിച്ചും അതിന് വഴിമരുന്നിട്ടത് പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾ തന്നെ ആയിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ സംസാരിച്ചിരുന്നു. ഒരു സംഘം കർസേവകർ തടിച്ചുകൂടുകയും അവർ ആ സമയത്ത് നരസിംഹറാവു ആയിരുന്നു പ്രധാനമന്ത്രി എന്നുള്ള കാര്യം നമുക്കറിയാം. ആ സമയത്ത് ഈ അടുത്ത ദിവസം ഡിസംബർ 6-ാം തീയതി 92-ലാണ് സംഭവം നടക്കുന്നത്. ഡിസംബർ 6-ാം തീയതി തടിച്ചുകൂടിയിരിക്കുന്ന കർഷകരുടെ നടുവിലേക്ക് വാജ്പേയിയും മുരളി മനോഹർ ജോഷിയും കെ അദ്വാനിയും അതോടൊപ്പം ഉമാഭാരതിയും ഒക്കെ വന്നു കയറുന്നു. അവരെ അഭിസംബോധന ചെയ്യുന്നു. അതെല്ലാം കഴിഞ്ഞ പാടെ ഇവരെ നിയന്ത്രിക്കാൻ കഴിയാതെ നിന്ന പാടെ ഒരു സംഘം ആളുകൾ അതിൻ്റെ താഴികക്കുടങ്ങളിലേക്ക് വലിഞ്ഞു കയറുകയും അത് പൊളിച്ചു കളയുകയും പൊളിച്ചു നീക്കുകയുമായിരുന്നു. ഈ സംഭവം ഒരു വലിയ വിവാദത്തിലേക്കാണ് രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് മേലെയുള്ള കടന്നുകയറ്റമായി മതേതരത്വത്തെ ചോദ്യം ചെയ്യുന്നതായി മാറുന്നത് നമ്മൾ നേരിട്ട് കണ്ട കാഴ്ചയാണ്. അന്ന് ആ മസ്ജിദിന് മുകളിൽ പാറിപ്പറന്ന കാവിക്കൊടി ഇന്നും കേരള രാജ്യത്തിൻ്റെ ആകമാനം മുകളിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അവസാന ഉദാഹരണങ്ങളാണ് സംഭലും രാജസ്ഥാനിലെ അജ്മീർ ദർഗയും ഒക്കെ. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ എന്തുകൊണ്ട് അന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒന്നിലേക്ക് അവിടെ ഒരു രാമക്ഷേത്രം എന്ന് പറയുന്ന BJP-ക്കാരുടെ എക്കാലത്തെയും തെരഞ്ഞെടുപ്പ് പ്രചരണായുധമായി മാറുന്നതിന് കാരണക്കാരനായത് ഒരുപക്ഷേ രാജീവ് ഗാന്ധി തന്നെയാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്ന് നമുക്കറിയാം. അവിടെ സംഭവിച്ച കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അന്നൊരു വിധി പ്രഖ്യാപിക്കുന്നു 19-ൽ. എന്തായിരുന്നു ആ വിധി എന്ന് നമുക്കറിയാം. അതായത് അവിടെ രാമക്ഷേത്രമാണുള്ളതെന്നും അതിൻ്റെ പൂർണ്ണമായ അധികാരം അവിടെ ഹിന്ദുക്കൾക്ക് മാത്രമാണ് എന്നുള്ള തരത്തിലേക്ക് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാകുന്നു. ആ വിധിയോടുകൂടി ഹിന്ദുക്കൾ ശക്തരായി മാറുകയും അവിടെ രാമക്ഷേത്രത്തിനായുള്ള നിർമ്മിതികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യുന്നു. ആ വിധി നമ്മുടെ മതനിരപേക്ഷതയ്ക്ക് അല്ല മതസൗഹാർദ്ദത്തിന് നേരെ ഉള്ള പരിഹാസമാണ് എന്ന് RF നരിമാൻ മുൻ ജഡ്ജിയാണ് അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നു. സത്യത്തിൽ അത് ശരി തന്നെയാണ്. നമ്മുടെ ജനാധിപത്യത്തിനും നമ്മുടെ മതേതരത്വത്തിനും എല്ലാം ഒരു വലിയ ചോദ്യചിഹ്നമാണ് അന്ന് സുപ്രീം കോടതിയുടെ വിധിയെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ മസ്ജിദ് പൊളിച്ചു നീക്കിയപ്പോൾ ഒരുപറ്റം ജനങ്ങളുടെ ആരാധനാലയമാണ് അവിടെ ഇല്ലാതായത്. ആ ആരാധനാലയത്തിന് പകരമായി അവിടെ ആ സമുദായത്തിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ആ ഇസ്ലാമുകൾക്ക് മുസ്ലിങ്ങൾക്ക് എന്താണ് നഷ്ടപരിഹാരമായി നൽകിയത്? ഇതിന് നഷ്ടപരിഹാരമായി ഒന്നുമല്ലെങ്കിൽ ഒരു കെട്ടിടം ഒരു മസ്ജിദ് അവർക്ക് പുനർനിർമ്മിച്ച് കൊടുക്കുകയല്ലായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത്? എന്നാൽ അതുണ്ടായിട്ടില്ല. അവർക്ക് നഷ്ടപരിഹാരമായി ഒരു മസ്ജിദ് പണിത് കൊടുത്തിട്ടില്ല. അതിന് പകരമായി അവർക്ക് കുറച്ച് സ്ഥലം വിട്ടുകൊടുക്കുക മാത്രമാണ് ചെയ്തത്. അവരുടെ ഒരു വലിയ ആരാധനാലയം പൊളിച്ചു നീക്കിയതിന് ശേഷം അവിടെ അവർക്ക് ആരാധിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം വിട്ടുകൊടുക്കുന്നു. അവിടെ പള്ളിയുടെ നിർമ്മാണം ഏതറ്റം വരെ എത്തിയെന്നോ എവിടെ വരെ എത്തിയെന്നോ ഇന്നേക്ക് വരെ ഒരു മാധ്യമങ്ങളിലോ അതിൻ്റെ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. അവിടെ ഒരു ചെറിയ കെട്ടിടം മാത്രമായിരിക്കുന്നു. ചെറിയൊരു കെട്ടിടം, തീരെ ചെറിയൊരു കെട്ടിടം. അതിനെ ദർഗയെന്ന് പോലും വിളിക്കാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല. അത്ര ശോചനീയമായ അവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ടു. അതിനുവേണ്ടി അതിൻ്റെ മുതൽ മുടക്കിന് വേണ്ടി അവർ പിരിവെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ദർഗ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ഒരു മസ്ജിദ് അവർക്ക് പണിതുയർത്താൻ വേണ്ടി. ഒന്ന് ആലോചിക്കുക, ചരിത്രപ്രസിദ്ധമായ 1500-കളിൽ ഇവിടെ നമ്മുടെ രാജ്യത്ത് സ്ഥാപിച്ചു വെച്ച ആ ഒരു മസ്ജിദ് പൊളിച്ചതിന് പകരമായി അവർക്ക് നൽകിയ ഒരു സ്ഥലം അതായിരുന്നു. അവിടേക്ക് മതിയായ രീതിയിൽ യാത്രാ സൗകര്യം പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് രസം. അവിടെ പിരിവുകൾ സ്വീകരിച്ചുകൊണ്ട് ബോർഡ് തൂക്കിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് മസ്ജിദ് എന്നുള്ളത്. പക്ഷേ അവിടെ മസ്ജിദ് ഇല്ല. അവർക്ക് അതിൻ്റെ നിർമ്മാണ ചെലവിന് വേണ്ടി വരുന്നതിൻ്റെ 10% താഴെ പോലും അവർക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു വസ്തുത. ഇപ്പോൾ നമുക്ക് ചോദിക്കാം, എവിടെയാണ് രാജ്യത്ത് മതനിരപേക്ഷതയുള്ളത്? അതിനെ തന്നെയാണ് ഇപ്പോൾ RF നരിമാൻ ചോദ്യം ചെയ്തിരിക്കുന്നത്. എവിടെയാണ്? അന്ന് ആ വിധി നീതിപൂർവമല്ലായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. അദ്ദേഹത്തിൻ്റെ വളരെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. ഓരോ തവണയും നിയമവാഴ്ചയ്ക്കെതിരായി ചെയ്യുന്നത് ഹിന്ദുപക്ഷമാണ്. പള്ളി പൊളിച്ചതിന് എന്തായിരുന്നു നഷ്ടപരിഹാരം? പള്ളി പുനർനിർമ്മിക്കുമെന്നായിരിക്കും എല്ലാവരും കരുതുക. പക്ഷേ ഈ പള്ളി പണിയാൻ അവർക്ക് സ്വന്തമായി കുറച്ച് സ്ഥലം നൽകുകയാണ് ചെയ്തത്. എൻ്റെ വിനീതമായ അഭിപ്രായത്തിൽ ഈ വിധിയിലൂടെ മതേതരത്വത്തിന് അർഹതയൊന്നും ലഭിച്ചില്ല എന്നത് നീതിയുടെ വലിയ പരിഹാസമാണെന്ന് ജസ്റ്റിസ് പറയുന്നു. അതാണ് അതിനകത്തിലെ ഒരു വലിയ പ്രശ്നം.
ഇവിടെ സത്യത്തിൽ സംഭവിച്ചത് മതേതരത്വത്തിന് അർഹതപ്പെട്ടതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഇന്ത്യ ഒരു മതേതര രാജ്യമായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഇപ്പോഴത്തെ ഭരണാധികാരികൾ അല്ലെങ്കിൽ കൽപ്പിക്കുന്ന പോലെ ഒരു മതേതരത്വം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കെട്ടിടത്തിന് അല്ലെങ്കിൽ അവിടെ ഒരു മസ്ജിദ് പണിയുന്നതിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നില്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഒരു മസ്ജിദ് അവിടെ പണിയണം എന്ന് സുപ്രീം കോടതിയെങ്കിലും നിർദ്ദേശിക്കുമായിരുന്നില്ലേ? പക്ഷേ ഇതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അവർക്ക് വെറും കുറച്ച് സ്ഥലം മാത്രം വിട്ടുകൊടുക്കുന്നു, നഷ്ടപരിഹാരമായി യാതൊന്നും കൊടുത്തിട്ടില്ല. ഇനി അതിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: 1857 മുതൽ 1949 വരെ അവിടെ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് കോടതി കണ്ടെത്തിയതാണ്. സത്യമല്ലായിരുന്നോ? 1857 ആ സമയത്ത് നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. 49 എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള 2 വർഷം. ഈ കാലയളവിൽ അത്രയും മുസ്ലിം മതസ്ഥരായ ആളുകൾ ആരാധനയ്ക്ക് വേണ്ടി പോയിക്കൊണ്ടിരുന്ന ഒരു പള്ളിയായിരുന്നു അവിടെ. എന്നാൽ കോടതി പറയുന്നു ഇത് തർക്കഭൂമിയായിരുന്നു എന്നാണ് കോടതി പറയുന്നത്. തർക്കഭൂമിയായിരുന്നു. അതിനാൽ തന്നെ അതൊരു വിഭാഗത്തിൻ്റെത് മാത്രമാണെന്ന് എങ്ങനെ പറയാനാകും? തർക്കഭൂമിയാണ്, ശരി, അത് ഹിന്ദുക്കളുടേതാണ് എന്ന് എന്ത് അവകാശം അവിടെ പറയാൻ കഴിയും? അല്ലെ, എന്ത് അടിസ്ഥാനത്തിൽ അവിടെ അവകാശപ്പെടാൻ കഴിയുമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതായത് ആ തർക്കഭൂമി എന്ന് പറയുന്നതിനെ ഇപ്പോൾ ഹിന്ദുക്കളുടെ മാത്രം അവകാശമായി കോടതി പതിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. വലിയൊരു ചോദ്യചിഹ്നമാണ് നമ്മളുടെ മുന്നിൽ. എവിടെയാണ് മതേതരത്വം എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ 1853 ഇത് സംബന്ധിച്ച് ഒരു പ്രശ്നമുണ്ടാകുന്നവരെ, അതായത് 1528 ബാബറി മസ്ജിദ് സ്ഥാപിക്കപ്പെട്ടു. അതായത് അതിനുശേഷം 1853 ഏകദേശം 300-350 വർഷങ്ങൾക്ക് ശേഷം ഈ പ്രശ്നം ഉയർന്നു വരികയാണ്. അന്ന് വരെ അത് പള്ളിയായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അതേ കാലയളവ് വരെ അത് പള്ളിയായിരുന്നു, മുസ്ലിങ്ങളുടെ ആരാധനാലയം തന്നെയായിരുന്നു. പിന്നീട് 1858 അകത്തും പുറത്തുമുള്ള ഒരു മുറ്റത്തിന് നടുവിലായി ഒരു മതിൽ പണിയുകയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്തത്. അകത്ത് മുസ്ലിങ്ങൾക്കും പുറത്ത് ഹിന്ദുക്കൾക്കും എന്ന് പറയുന്ന ഒരു 2 പേർക്കും പ്രാർത്ഥിക്കാൻ വേണ്ട ഒരു സൗകര്യം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെയാണ് ചെയ്തു കൊടുത്തത്. അതായത് 57 മുതൽ 49 വരെ അവിടെ ഈ പറയുന്ന 2 കൂട്ടരും അവിടെ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ ഒരു വസ്തുത. പിന്നെയോ 1949 60ഓളം പേർ, എവിടെയാണ് പ്രശ്നം ആരംഭിക്കുന്നതെന്ന് പറയാം. അതുവരെ 49 വരെ ഈ 2 കൂട്ടരും അവര് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന, ഒന്ന് പുറത്തും അകത്തുമായി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന ആ വേളയിലാണ് 49 ഒരു പറ്റം ആളുകൾ അവിടെ അതിക്രമിച്ച് കയറുകയും അവിടെ ചില പ്രതിഷ്ഠകൾ നടത്തുകയും ചെയ്തു. അതോടെ അവരെല്ലാവരും കൂടി ആ പള്ളിക്കുള്ളിലേക്കാണ്, അതായത് ഈ ബാബറി മസ്ജിദിനുള്ളിൽ കടന്നു കയറി അവിടെ അവർ പ്രതിഷ്ഠകൾ സ്ഥാപിച്ചു. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്, ഒരു സുപ്രഭാതത്തിൽ മുളച്ചു പൊന്തിയ പ്രതിഷ്ഠകൾ എന്ന് പറഞ്ഞത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതോടെ അങ്ങനെ തങ്ങളുടെ മുസ്ലിം പള്ളിക്കുള്ളിൽ കുറെ വിഗ്രഹങ്ങൾ ഒരു ദിവസം സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെടുന്നു അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ അവിടെ അവർ പ്രാർത്ഥന അവസാനിപ്പിച്ചു. അപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു? ഈ ബാബറി മസ്ജിദ് പിന്നീട് 92 ഇത് പൊളിച്ചു നീക്കുന്നു. എന്നിട്ട് ഇവർ തന്നെ കൊണ്ടുവയ്ക്കുന്നു. അതിനെ അങ്ങനെ അവർ തർക്കഭൂമിയാക്കുന്നു. ഈ രാജീവ് ഗാന്ധി അധികാരത്തിൽ വരുന്നതോടുകൂടി ഇതിനെ വീണ്ടും ജവഹർലാൽ നെഹ്റു ഈ പ്രശ്നത്തെ തുടർന്ന് അത് അടച്ചിട്ടതാണ്. പൂട്ടി താക്കോലും കൊണ്ട് വരാൻ പറഞ്ഞ ഒരാളാണ് ജവഹർലാൽ നെഹ്റു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ചെറുമകൻ വന്നിട്ട് ഇത് ഓപ്പൺ ചെയ്തു കൊടുത്തു, തുറന്നു കൊടുത്തല്ല. അന്ന് കേസ് നടന്നു. അന്ന് പറയുകയും ചെയ്തു 300-350 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തിൽ ഇപ്പോഴാണോ കേസ് കൊടുക്കുന്നതുകൊണ്ട് ഹർജി തള്ളുകയൊക്കെ ചെയ്തു. പിന്നീടാണ് ഈ കേസ് വീണ്ടും അത് തർക്കഭൂമി എന്നുള്ള നിലയിലേക്ക് ഉയർന്നു വരികയും രാജീവ് ഗാന്ധി അതിന് വേണ്ട വഴിമരുന്നിട്ട് കൊടുക്കുകയും ചെയ്തു. അതായത് ഇന്ന് രാംലല്ല പ്രതിഷ്ഠ ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങനെ പ്രതിഷ്ഠ സ്ഥാപിക്കാനും രാമക്ഷേത്രം പണിയാനും വേണ്ടി തറക്കല്ലിട്ട് കൊടുത്തത് സത്യത്തിൽ രാജീവ് ഗാന്ധിയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. രാജീവ് ഗാന്ധി തന്നെയാണ് അത് തുറന്നു കൊടുക്കുന്നത്. വീണ്ടും തുറന്നു കൊടുത്ത് അതിനെ ഒരു തർക്കഭൂമിയാക്കി മാറ്റുന്നു. അവിടെ അന്ന് പറഞ്ഞത് എന്താണ്? ഇത് ഹിന്ദുക്കളുടെ വിജയമാണ്, നമ്മൾ ഹിന്ദുക്കളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയതിൻ്റെ ഫലമാണ് നമുക്കിപ്പോൾ ലഭിച്ചത് എന്നൊരു നെറേറ്റീവ്, ഒരു വ്യാഖ്യാനം അവിടെ കൊടുക്കാൻ രാജീവ് ഗാന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ രാജ്യത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ BJP അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെ വളർച്ചയ്ക്ക് വളം ഇട്ടുകൊടുത്തത് സത്യത്തിൽ രാജീവ് ഗാന്ധിയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നീട് അതിനെ തുടർന്നുള്ള തർക്കങ്ങൾ ഇങ്ങനെ വരികയാണ്. ഇത് ഞങ്ങളുടേതാണ് എന്ന് ഹിന്ദുക്കൾ അവകാശപ്പെടുന്നു. അതോടുകൂടി ഹിന്ദുക്കൾക്ക് മൂരി നിവർക്കാനുള്ള അവസരം കിട്ടി എന്നുള്ളതാണ്. അങ്ങനെ തുടർന്നു വന്നു.
ഒടുവിൽ വിധിയും വന്നു. ഒരിക്കലും ഒരു മതനിരപേക്ഷ രാജ്യത്തും വരാൻ പാടില്ലാത്ത ഒരു വിധി. അതായത് അത് ഹിന്ദുക്കളുടേതാണെന്നും അത് തർക്കഭൂമി രാമക്ഷേത്രം നിലനിന്നിരുന്നു എന്നും പറയുന്ന വിചിത്രമായ ന്യായീകരണങ്ങളോടെ രാജ്യത്തിൻ്റെ എല്ലാ മതസൗഹാർദ്ദത്തെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്ക് അനുകൂലമായ ഒരു വിധി അവിടെ വരുന്നു. ഈ വിധിയാണ് അദ്ദേഹം എന്താണ് പറയുന്നത്, മതേതരത്വത്തിന് നേരെയുള്ള പരിഹാസമെന്ന് നരിമാൻ പറയുന്നത്. അങ്ങനെ ഇതോടുകൂടി തന്നെ ഇന്ത്യയുടെ മതേതര അടിത്തറ തന്നെ തകരുകയും ചെയ്യുന്നു. അപ്പം പ്രധാന കാരണക്കാർ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ, ഈ പള്ളികളുടെ എല്ലാം താഴെ, പള്ളികളുടെ എല്ലാം അടിയിൽ എവിടെയൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്ന രാമനും ലക്ഷ്മണനും ഒക്കെയുണ്ട്, ശിവനും ശ്രീകൃഷ്ണനും മഹാവിഷ്ണുവും ഒക്കെ എവിടെയൊക്കെയോ മിക്കവാറും ഉള്ള പള്ളികളുടെ എല്ലാം ചുവട്ടിലുണ്ട് എന്ന് പറഞ്ഞു പരത്തുന്ന തരത്തിലുള്ള നരേറ്റീവുകളിലേക്ക് കാര്യങ്ങൾ എത്തി. ഇനി പള്ളി പൊളിച്ചവർക്കെതിരെയോ, പള്ളി പൊളിച്ച എല്ലാ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവിട്ടു. അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു, അവിടെ അദ്ദേഹത്തിനെ പിന്നീട് ലോകായുക്തയായി പ്രഖ്യാപിക്കുകയാണ് പിന്നീട് ഉണ്ടായി. അതായത് സർവീസ് ജഡ്ജി അന്ന് ഈ പറയുന്ന എല്ലാവരെയും ആ ബാബറി മസ്ജിദുമായി പൊളിച്ചതുമായി ബന്ധപ്പെട്ട് കേസുണ്ടായിരുന്ന സകലമാന ആൾക്കാരെയും ആ ഗൂഢാലോചന കേസിലെ പ്രതികളെയും വെറുതെ വിട്ടതിനെ തുടർന്ന് UP സർക്കാർ എന്ത് ചെയ്തു, UP സർക്കാർ ഇദ്ദേഹത്തോടുള്ള അദ്ദേഹം ജഡ്ജി വിരമിച്ചതിന് ശേഷം അതേ UPയുടെ ലോകായുക്തയായി നിയമിക്കുകയും ചെയ്തു. ഇപ്പോൾ കാര്യങ്ങളിൽ ഏകദേശം നമുക്ക് മനസ്സിലായി തുടങ്ങുന്നു. ഇവിടെ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കി കൊടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെയെല്ലാം കൃത്യമായി അവരെയൊക്കെ എവിടെ കൊണ്ടിരുത്തണമോ അവിടെയെല്ലാം ഇരുത്താൻ കഴിയുന്ന ഒരു ശക്തിയായി സംഘപരിവാർ ശക്തികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, പല ദർഗകളിലേക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു വസ്തുതയുണ്ട്. ഇവിടെ 110ഓളം വരുന്ന ഹർജികൾ കിടപ്പുണ്ട് പല കോടതികളിലായി. ഒന്നും രണ്ടുമല്ല, 110ഓളം ഹർജികൾ. ആ ഹർജികളെല്ലാം എന്താണ് സൂചിപ്പിക്കുന്നത്, ഈ പറയുന്ന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മുസ്ലിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദർഗകളുടെയും പള്ളികളുടെയും എല്ലാം അടിയിൽ ഏതൊക്കെയോ ക്ഷേത്രങ്ങളുണ്ട്. എന്തിനേറെ നമ്മുടെ താജ്മഹലിനെയും കുത്തബ് മീനാറിനെയും ഒക്കെ അടിയിൽ ഏതൊക്കെയോ ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട് എന്ന് കാണിച്ച്, അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം കൃത്യമായ ആർക്കിയോളജിക്കൽ വകുപ്പിന്റെ കീഴിൽ നിന്ന് സർവേ നടത്തണം. സർവേ നടത്തി അവിടെ ക്ഷേത്രങ്ങളുണ്ടെന്ന് കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തുന്ന ആർക്കിയോളജിക്കൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കാത്തിരിക്കുന്ന ഒരു സുവർണ കാലഘട്ടമായിരിക്കും പിന്നീട് അങ്ങോട്ട്. അവർക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഉതകുന്ന എല്ലാം നൽകാൻ ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാണ് എന്നുള്ള കാര്യവും നമ്മൾ മറക്കരുത്. അപ്പോൾ അങ്ങനെ ചരിത്രത്തെ വളച്ചൊടിക്കുകയും ചരിത്രത്തെ അപനിർമ്മിക്കുകയും ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ മതേതരത്വത്തെ നശിപ്പിക്കുന്ന ഒരു വലിയ ശക്തിയായി നമ്മുടെ രാജ്യത്തെ സർക്കാരും അതോടൊപ്പം സംഘപരിവാർ ശക്തികളും മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം വഴിമരുന്നിട്ടിരിക്കുന്നത് സത്യത്തിൽ ഈ പറയുന്ന രാജീവ് ഗാന്ധിയുടെ ചില ഇടപെടലുകളാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കാട്ടുന്നത് എന്താണ്, അമിത്ഷായുടെ പ്രസംഗം പങ്കുവെച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ആരോടാണ് സന്ധി ചെയ്യാൻ ശ്രമിക്കുന്നത്? രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി പണം എത്തിച്ചുകൊണ്ട് BJPക്ക് പണം എത്തിച്ചു കൊടുത്ത് ആരാണെന്ന് നമുക്കറിയാം. റോബർട്ട് വാദ്ര എന്ന് പറയുന്ന ആളാണ്. അതാരാണ്? പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണ്. അത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ സന്ധി ചെയ്യൽ നടന്നു. ഇപ്പോൾ അവരോട് അടിയറവ് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ സ്വർണ്ണത്താലത്തിൽ വെച്ചാണ് ആ സംസ്ഥാനങ്ങളെ കോൺഗ്രസ്സുകാർ കൊടുത്തത്. അപ്പോൾ ഇതിനെല്ലാം കൂടി അല്ലെ, ഇങ്ങനെയാണ് കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വളരെ ഭീതിതമായ വാക്കുകളിലൂടെയാണ് RF നരിമാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത് നമ്മൾ ഈ കാലയളവിൽ സംസാരിക്കേണ്ടത് ആണ്. ഈ കാലയളവിൽ ചർച്ച ചെയ്യേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്.